എന്നിട്ട് വലിയ ഗവേഷണ പോയി. മുസ്ലിം സമുദായത്തിന്റെ എത്ര സമയം മുഴുവൻ എന്തിനങ്ങൾ ചെലവാക്കി, എനർജി മുഴുവൻ എന്തിനാ ചെലവാക്കി? ഇപ്പോഴും അതാ, ഇപ്പോഴും ചർച്ചയാണ്. സിഹറുണ്ടോ ഇല്ലേ, ഫലിക്കോ, എനിക്ക് ഫലിക്കോ, ഇങ്ങോട്ട് ഫലിക്കോ, വലിയ ചർച്ചയാണ്. നാണം കെട്ട ഒരു സമൂഹം. ഞാൻ പറഞ്ഞില്ലേ 800-ൽ ചില്ലാനം വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട് കൂട്ടർക്ക് ചർച്ച ചെയ്യാൻ. അതിലൊന്നെങ്കിലും ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ബീഫ് നിരോധിക്കണം എന്ന് പറഞ്ഞ് മനുഷ്യന്മാർ വരൂലായിരുന്നു. ചർച്ച ചെയ്തില്ലങ്ങള് സൂറത്ത് അൻആം ചർച്ച ചെയ്യേണ്ടിയിട്ടു. അവിടെ കൃത്യമായ ചർച്ചയുണ്ട്. എന്ത് ഭക്ഷിക്കണം, എങ്ങനെ ഭക്ഷിക്കണം, മൃഗങ്ങളെ എങ്ങനെ ഭക്ഷിക്കണം അവിടെ തർക്കട ചർച്ച. ഖുർആന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടക്കട്ടെ. ആളുകൾ മൗനമാകും, ഇസ്ലാമിനെ മനസ്സിലാക്കും. ഒന്നല്ല 100 വിഷയം. ഈ ഗ്രന്ഥമെങ്ങാനും ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടാൽ മഹാ അത്ഭുതം ലോകത്ത് സംഭവിക്കുമെന്നറിയാവുന്ന വാക്യങ്ങൾ പൂരിപ്പിച്ചു. ആരോ ആണ് ഈ ഫിത്നയുടെ പിന്നിൽ. ഞാൻ പറയണല്ല, അള്ളാഹ് പറയാം. ഈ ആയത്തിൽ തുടർന്ന് പറയുന്ന വാചകം എന്താ അറിയോ? അതാണ് എന്തിനാ മുതശാബിഹാത്തുകൾ, നിങ്ങൾക്കും സംശയം ഉണ്ടായല്ലോ, എന്തിനാ അള്ളാഹ് ഇങ്ങനെ രണ്ടെണ്ണം ഇറക്കിയത്? അതിനൊരു കാരണമുണ്ട്, അള്ളാഹ്ക്കൊരു കാരണമുണ്ട്. അത് അള്ളാഹു തആല പറയാണ്. ആ ആയത്തിന്റെ ബാക്കി ഭാഗം ഓഖറു മുതശാബിഹാത്ത് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, ഖൽബുകളിൽ വക്രതയുള്ളവർ. മനസ്സിലായോ? ഇവിടെ ഖൽബുകളിൽ വക്രത എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം വേണമെന്ന് ആഗ്രഹമില്ലാത്തവർ. അതാണ് ഫയത്തബിഊന മാ തശാബഹ, അവരെന്തിന്റെ പിന്നാലെ പോകും? മുതശാബിഹാത്തിന്റെ പിന്നാലെ പോകും. എന്തിനാ? അവർക്ക് മറ്റൊരു ചർച്ച നടക്കാൻ പാടില്ല. മറ്റേ ചർച്ച നടന്നാൽ വിശുദ്ധ ഖുർആനിന്റെ മൗലികമായ ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞ അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചർച്ച നടക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ പിന്നാലെ പോകണം. നിങ്ങൾ കേട്ടണോ എന്തിനാ അവർ ഇതിന്റെ പിന്നാലെ പോണത്? മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ വടി, ഒരു വടിയൊന്നുമല്ല, ഒരുപാട് വിഷയമുണ്ട്. മലക്കൊക്കെ എന്ത് രസമായിട്ടാ പറഞ്ഞാറ്. മലക്കും ജിന്നും ഒക്കെ അങ്ങനെ മനസ്സിലാക്കി കൊടുത്തിട്ടേ ചില മുസ്ലിം നോവലിസ്റ്റുകൾ നോവൽ എഴുതിയിട്ടുണ്ട് മാലാഖമാരെ കുറിച്ചും ജിന്നിനെ കുറിച്ചൊക്കെ. ഈ മുസ്ലിം പരിചയപ്പെടുത്തി കൊടുത്താ ഇതോടോ മനുഷ്യന്റെ ബുദ്ധിയിൽ പെടോ, ഇതിലേക്ക് വരുമോ? ഇത് എന്തിനാണിത്? അല്ലാഹു തആല പറയാ ഇബ്തിഗാഅൽ ഫിത്ന. ഒന്നാമത്തെ കാരണം ഫിത്ന ആഗ്രഹിക്കുന്നു ഈ കൂട്ടർ. ഇമാതിരി ചർച്ച എവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആഫീസർ കുട്ടികളിൽ ഈ മാതിരി ഫിത്ന വേണ്ടെന്നാണ് പറഞ്ഞോ. ഇത് സൂറത്ത് ആൽ ഇംറാനിലെ 7-ാമത്തെ ആയത്താ. ഞാൻ എന്തെയും പറയല്ല, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഫിത്ന ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ഈ ചർച്ചയ്ക്ക് പിന്നിലുള്ളത്. 2 വബ്തിഗാഅ തഅ്വീലി, അതാണ് മറ്റേ മുസ്ലിം. തഅ്വീലിനെ അവർ ആഗ്രഹിക്കുന്നു. തഅ്വീൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ മനസ്സിലാക്കാത്ത, സഹാബത്ത് പഠിപ്പിക്കാത്ത ദുർവ്യാഖ്യാനം വിശുദ്ധ ഖുർആനിന് നൽകാൻ ഈ ആളുകൾ കൊതിക്കുന്നു. എന്നാലോ അള്ളാഹ് തന്നെ പറയാം വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. ഈ ആയത്തുകളുടെ വ്യാഖ്യാനം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. കഴിയില്ല. നിങ്ങളുടെ സയൻസും എനർജിയും മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കോ. കഴിയില്ല നിങ്ങൾക്ക് റൂഹുണ്ടാക്കാൻ, കഴിയില്ല മലക്കിനെ സൃഷ്ടിക്കാൻ, കഴിയില്ല ജിന്നിനെ സൃഷ്ടിക്കാൻ. ക്ലോണിങ്ങിലൂടെ ജീവനുകൾ ഉണ്ടാക്കാം എന്ന് എത്തിപ്പെട്ട മനുഷ്യ സമൂഹത്തോടാണ് വെല്ലുവിളി. പറ്റില്ല. കാരണം അത് മുതശാബിഹാത്താണ്. എന്നിട്ടോ നമ്മൾ എവിടെ നിൽക്കണം? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ സ്റ്റാൻഡ് എന്താ? വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂൻ, വേദത്തിന്റെ വിഷയത്തിൽ അഗാധമായ ജ്ഞാനം ലഭിച്ചവർ പറയും ആമന്നാ ബി, ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇതിൽ എന്ന് പറഞ്ഞ ഖുർആനിൽ കുല്ലും, എല്ലാം എന്ന് പറഞ്ഞാൽ മുഹ്കമും മുതശാബിഹും. കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഒക്കെ ഞങ്ങളെ റബ്ബിന്റെ അടുത്തുള്ള. ഞങ്ങൾക്ക് ഉറപ്പ്. റബ്ബ് പറഞ്ഞാൽ അങ്ങനെ ഓക്കെ, ഞങ്ങൾക്കൊരു സംശയമില്ല. റബ്ബ് പറഞ്ഞു മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ. മലക്ക് എന്ന് പറഞ്ഞാൽ 2 ചിറകുള്ള 3 ചിറകുള്ള ഇതിലധികം ചിറകുള്ള ഒരു ജീവി. അതിന് നിങ്ങളാരും ചിറക് വരക്കണ്ട, അതിന് പറഞ്ഞിട്ടില്ല. ഓരോന്നും അങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു.
യസീദു ഫിൽ ഖൽഖി മാ യശാ. അല്ലാഹു ഉദ്ദേശിച്ച മാതിരി സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തും, വർധന വരുത്തും. അതൊന്നും നിങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ടതല്ല. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഈ ആൾക്കാരെ വിചാരം ഓരാണ് ബുദ്ധിരാക്ഷസന്മാര്. എന്നിട്ട് ഇങ്ങനെ ഓരോ 100,500 ഇങ്ങോട്ട് വരിക. എന്തിനാ? നമ്മളെ ഈമാൻ നശിപ്പിക്കാൻ, ഫിത്നയ്ക്ക് വേണ്ടി. ഇത് ശരിക്ക് കരുതിയിരുന്നുള്ളൂ. ഈ ഒരൊറ്റ കാരണമാണ് സഹോദരന്മാരെ ഖുർആൻ നമ്മുടെ ഖൽബിലേക്ക് പ്രവേശിക്കാതെ പോയത്. ഈ ഒരൊറ്റ കാരണം. മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ സംഭവിച്ചത് ഈ ഒരു അബദ്ധം മാത്രം. ഈ നമുക്ക് പറ്റാൻ പാടില്ല. നമുക്ക് ഖൽബിലേക്ക് ഖുർആൻ. നിങ്ങൾക്കറിയോ ഈ 7ാമത്തെ ആയത്ത് കഴിഞ്ഞിട്ട് 8ാമത്തെ ആയത്ത് ഏതാ? നിങ്ങളെല്ലാവരും നടത്തുന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന അല്ലാഹു തആല ഉദ്ധരിച്ചത് ഇവിടെയാണ്. അതേതാ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഹിദായത്ത് കിട്ടിയ ശേഷം ഈ ദീനിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിപ്പിക്കരുതേ. ഈ മാതിരി ഫിത്നയുടെ പിന്നാലെ പോയാൽ വ്യതിചലിച്ചു പോകും. അതാണ് വിഷയം.